എന്തുകൊണ്ടാണ് പാലക്കാട് ജനപ്രതിനിധിയായിട്ടുള്ള മാങ്കൂട്ടത്തെ യൂത്ത് വ്യാജനെന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചു. സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾ ആശങ്കാകുലരാണ്, ഭയചകിതരാണ്. ആ സന്ദർഭത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ അവിടെ ഉണ്ടായിരിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. പക്ഷേ പാലക്കാട് MLA ആയിട്ടുള്ള മാങ്കൂട്ടം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം കോട്ടയത്ത് ഫോട്ടോഷൂട്ടിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയ മൈലേജ് ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. പോരാത്തതിന് വയനാട് ഫണ്ട് മുക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ മെഴുകി നിൽക്കുന്ന സന്ദർഭത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ബിന്ദു എന്നുള്ളൊരു രക്തസാക്ഷിയെ കിട്ടി. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഫണ്ട് മുക്കൽ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ സുവർണ അവസരം ഉപയോഗപ്പെടുത്താൻ കോട്ടയത്തെത്തിയ യൂത്ത് വ്യാജന് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ചോദ്യമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നത് 2 ഡയലോഗ് അടിക്കാൻ പറ്റിയതായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ആ ചോദ്യം വന്നപ്പോൾ യൂത്ത് വ്യാജന്റെ മുഖത്തെ പ്രസന്നഭാവം ഫ്യൂസ് ഊരിയതുപോലെ ഓഫ് ആകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ ആ പ്രതികരണവും ആ മുഖഭാവവും.